120 രൂപയുടെ ഒരു ഓയിൽ ഫിൽറ്റർ മാറാതെ വണ്ടി ഓടിച്ചപ്പോൾ ഏകദേശം ക്യാം ഷാഫ്റ്റ്, സിലിണ്ടർ കിറ്റ്, ഹെഡ് അസംബ്ലി മൊത്തം പോയിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരു 15,000 രൂപയുടെ പണി ഒപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ V2, V4, MT, യമഹയുടെ ഏത് വണ്ടി യൂസ് ചെയ്യുന്നവരും പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം. യമഹയുടെ വണ്ടി എന്നല്ല എല്ലാ വണ്ടിയുമാണ്. ഇത് യമഹയുടെ വണ്ടികൾക്ക് പ്രത്യേകിച്ച് ഇതിന്റെ ഓയിൽ ഫിൽറ്ററിന്റെ ഒരു പ്രശ്നം ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ഫിൽറ്ററിന്റെ അവസ്ഥ കണ്ടോ? കാരണം ഒരു 1-2 ഓയിൽ ചേഞ്ചിങ് ആയിട്ടും ഈ ഒരു ഫിൽറ്റർ മാറാതെ യൂസ് ചെയ്തുകൊണ്ടുള്ള പ്രശ്നമാണ്. അത് കൂടാതെ തന്നെ ഇതിന്റെ ഓയിൽ നെറ്റിന്റെ ഇതിന്റെ അകത്ത് വേസ്റ്റ് കാര്യങ്ങളെല്ലാം കണ്ടു. ഇത്രയും അധികം വേസ്റ്റ് കാര്യങ്ങളെല്ലാം അടിഞ്ഞ് കുളമായിട്ട് ഇരിക്കുകയാണ്. നമ്മൾ എപ്പോൾ ഓയിൽ ചേഞ്ച് ചെയ്താലും ഈ ഒരു ഓയിൽ ഫിൽറ്റർ നിർബന്ധമായിട്ടും ചേഞ്ച് ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. കാരണം ഓയിൽ പാസേജ് ഹെഡിലോട്ട് കിട്ടാതെ വരും, സിലിണ്ടർ കിറ്റ് പോറലാവും, എഞ്ചിൻ സൗണ്ട് വ്യത്യാസം വരും, ഓയിൽ ചേഞ്ച് വരും, കാര്യങ്ങളെല്ലാം വരും. പ്രത്യേകിച്ച് ഇത് യമഹയുടെ വണ്ടികൾക്കാണ് കൂടുതലായിട്ടും ഈ ഫിൽറ്റർ ഡാമേജ് കൂടുതലായിട്ട് കാണിക്കുന്നത്. എപ്പോൾ ഓയിൽ ചേഞ്ച് ചെയ്താലും ഈ ഒരു ഓയിൽ ഫിൽറ്റർ നിർബന്ധമായിട്ടും ചേഞ്ച് ചെയ്തോണം. അല്ലെങ്കിൽ എഞ്ചിൻ മണിയിലോട്ട് പോകും, വലിയൊരു കോസ്റ്റ് നമുക്ക് നഷ്ടപ്പെടും. ഇതുപോലെ 2 വീലറുമായിട്ടുള്ള എന്ത് സംശയമോ കാര്യങ്ങളാണെങ്കിലും എനിക്ക് മെസ്സേജ് അയക്കാനാണ്. ഞാൻ പേജ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ വീഡിയോ കാണാൻ നമ്മൾ ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.